ഒക്ടോബർ 31 ഹാലോവിൻ അഥവാ ഓൾ ഹാലോസ് ഈവ്. ക്രിസ്മസ് കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന ദിവസം. ദുരാത്മാക്കളും ദുഷ്ടശക്തികളും ഭൂമിയിൽ വിഹരിക്കും എന്ന് കരുതപ്പെടുന്ന ദിവസം. ദ സ്റ്റോറി ഓഫ് ഹാലോവിൻ. ഹാലോ, ഈവ് എന്നീ വാക്കുകൾ കൂടിച്ചേർന്നാണ് ഹാലോവിൻ എന്ന പദം രൂപപ്പെട്ടത്. ഹാലോസ് എന്ന വിശുദ്ധ. ക്രൈസ്തവ സഭാചാര പ്രകാരം സകല വിശുദ്ധരുടെയും ദിനമായ നവംബർ 1 തലേരാത്രിയിൽ ആഘോഷിക്കുന്നതിനാലാണ് ഹാലോവിൻ എന്ന് ഇത് അറിയപ്പെടുന്നത്. മരിച്ചുപോയവരുടെ ആത്മാക്കൾ അന്നേ ദിവസം ഭൂമിയിൽ അലയുമെന്നും ദുഷ്ടശക്തികൾ ശക്തി പ്രാപിക്കുമെന്നും ആളുകൾ വിശ്വസിക്കുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ ഒട്ടനവധി പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ഹാലോവിൻ. അന്നേ ദിവസം പേടിപ്പെടുത്തുന്ന വേഷങ്ങളും മുഖാവരണങ്ങളും ധരിച്ച് ആളുകൾ തെരുവിലിറങ്ങുകയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുക പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. കുട്ടികൾ തങ്ങളെ കാത്തിരിക്കുന്ന മിഠായികൾക്കും മറ്റു മധുരപലഹാരങ്ങൾക്കുമൊക്കെയായി വീടുകൾ തോറും കയറിയിറങ്ങുന്നു. പലതരത്തിലുള്ള വിളക്കുകളും മെഴുകുതിരികളും ഒക്കെയായി വീടുകൾ അലങ്കരിക്കുകയും പേടിപ്പെടുത്തുന്ന രൂപങ്ങളും മറ്റും ഉപയോഗിച്ച് ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അന്നേ രാത്രി പേടിപ്പെടുത്തുന്ന കഥകൾ പങ്കിട്ടും ഹൊറർ സിനിമകൾ കണ്ടും ആളുകൾ ഹാലോവിൻ ആഘോഷിക്കുന്നു. ഇന്ന് നാം കാണുന്ന ഹാലോവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴത്തെ സ്കോട്ട്ലൻഡ്, അയർലൻഡ് പ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്ന കെൽറ്റ് എന്ന ഗോത്രവർഗത്തിന്റെ 4 പ്രധാന ആചാരങ്ങളിലൊന്നായിരുന്നു സാവിൻ. കെൽറ്റിക് കലണ്ടർ അനുസരിച്ച് വർഷത്തെ അവർ 2ആയി തിരിച്ചിരുന്നു: ലൈറ്റർ ഹാഫും ഡാർക്കർ ഹാഫും. അതായത് വേനൽക്കാലവും തണുപ്പുകാലവും. 6 മാസം നീണ്ടു നിൽക്കുന്ന വേനൽക്കാലം അവസാനിക്കുന്നത് കെൽറ്റിക്കുകളുടെ കൊയ്ത്തുകാലത്തോടെയാണ്. കൊയ്ത്തുകാലത്തിന്റെ അവസാന ദിവസം ആചരിക്കുന്ന സാവിൻ എന്ന ഈ ആചാരം പിറ്റേന്ന് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്നു. ഈ ആചാരാനുഷ്ഠാനത്തോടെയാണ് അവർ പുതുവർഷത്തെ വരവേറ്റിരുന്നത്. വർഷാവസാനത്തിനും വർഷാരംഭത്തിനും ഇടയ്ക്ക് നടത്തപ്പെടുന്ന ഈ പരമ്പരാഗത ആചാരത്തിന് കെൽറ്റിക്കുകളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. കെൽറ്റിക്കുകളുടെ വിശ്വാസപ്രകാരം മനുഷ്യലോകവും ആത്മാക്കളുടെ ലോകവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന മണിക്കൂറുകളാണ് ഇവ. അതിനാൽ തങ്ങളുടെ മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളും അതേപോലെ ദുഷ്ടാത്മാക്കളും അന്നേ ദിവസം ഭൂമി സന്ദർശിക്കാൻ എത്തുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ഭൂതപ്രേതാദികളുടെ വേഷങ്ങൾ ധരിച്ചും മുഖമൂടികൾ അണിഞ്ഞും അവർ തങ്ങളെ തന്നെ ഒളിപ്പിച്ചു. അതാത് ഗ്രാമത്തിലുള്ളവരെല്ലാം ഒരു കുന്നിൻ മുകളിൽ ഒത്തുകൂടുകയും മൃഗങ്ങളുടെ അസ്ഥികൾ കൂട്ടിയിട്ട് കത്തിച്ച് അതിനു ചുറ്റും നൃത്തം ചെയ്യുകയും ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ട് വലിയ വിരുന്നൊരുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ തങ്ങളെ കാണാനെത്തുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിനായി അവർ അവരുടെ വീടുകൾക്ക് മുൻപിൽ തീ കൂട്ടുകയും ആത്മാക്കൾക്കായി പ്രത്യേകം ഒരു മേശയും ഒരു ഇരിപ്പിടവും അവിടെ സ്ഥാപിക്കുകയും അതിനു മുമ്പിൽ ഒരു വിരുന്നൊരുക്കുകയും ചെയ്തിരുന്നു. BC 121 റോമക്കാർ കെൽറ്റിക്കുകളെ ആക്രമിക്കുകയും അവരുടെ പ്രദേശങ്ങൾ കൈയടക്കുകയും ചെയ്തു. അതോടെ കെൽറ്റിക്കുകളുടെ പല ആചാരാനുഷ്ഠാനങ്ങളും റോമൻ സംസ്കാരവുമായി കൂടിക്കലർന്നു. ഫെറാലിയ. കെൽറ്റിക്കുകളെ പോലെ തന്നെ റോമക്കാർ തങ്ങളുടെ പൂർവികരെ ഓർമ്മിക്കുന്ന ദിവസം. മാത്രമല്ല പഴങ്ങളുടെയും വൃക്ഷവിധാതികളുടെയും ദേവതയായ പൊമോണയെ ആദരിക്കുന്ന ആഘോഷം കൂടിയാണ് ഫെറാലിയ. ഒക്ടോബർ അവസാനത്തോടെ നടത്തിയിരുന്ന ഈ ആഘോഷം പിന്നീട് അതേ സമയത്ത് നടത്തിയിരുന്ന സോവിനുമായി കൂടിച്ചേരുകയാണ് ഉണ്ടായത്. പിന്നീട് കെൽറ്റിക്കുകളുടെ ഇടയിൽ ക്രൈസ്തവ സ്വാധീനം വർദ്ധിക്കുകയുണ്ടായി. എന്നിരുന്നാലും കെൽറ്റിക്കുകളുടെ പരമ്പരാഗത ആചാരങ്ങളെ മാനിച്ചുകൊണ്ട് സാവിൻ എന്ന അവരുടെ ആചാരത്തെ സഭ ക്രിസ്തീയവൽക്കരിച്ചു. അങ്ങനെ മെയ് 13 ആചരിക്കപ്പെട്ടിരുന്ന സകല വിശുദ്ധരുടെയും ദിനം നവംബർ 1 പുനർക്രമീകരിച്ചു. അതോടെ തലേദിവസം ഒക്ടോബർ 31 കൊണ്ടാടിയിരുന്ന സാവിൻ ഓൾ ഹലോസ് ഈവ് എന്നറിയപ്പെടാൻ തുടങ്ങി. സോവിന്റെ പല അനുഷ്ഠാനങ്ങളും പിന്നീട് ക്രിസ്ത്യൻ ആചാരത്തിന്റെ ഭാഗമായി തീർന്നു. 1840കളിൽ അയർലൻഡിൽ ഒരു വലിയ ക്ഷാമം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. പൊട്ടറ്റോ ഫാമിൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷാമം അയർലൻഡിനെ താറുമാറാക്കി. 19ാം നൂറ്റാണ്ടോടുകൂടി ഒട്ടനവധി ആളുകൾ അയർലൻഡിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. അതോടെ കെൽറ്റിക് ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവും അമേരിക്കൻ സംസ്കാരവുമായി കൂടിക്കലർന്നു. അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒന്നായി ഓൾ ഹലോസ് ഈവ് മാറി. കാലക്രമേണ അത് ഹാലോവിൻ എന്ന് വിളിക്കപ്പെട്ടു തുടങ്ങി.
ഇപ്പോൾ ഹാലോവിൻ എന്നത് ആചാരത്തെക്കാൾ ഉപരി ഒരു ആഘോഷമായി മാറി. ഈ ആചാരത്തിന്റെ ക്രൈസ്തവ മുഖം ക്രമേണ അപ്രത്യക്ഷമായി. അമേരിക്കൻ ജനതയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്ന ഹാലോവിൻ ഇപ്പോൾ മറ്റു ലോക രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഹാലോവിനെ കുറിച്ച് രസകരമായ കുറച്ച് കാര്യങ്ങൾ. ഹാലോവിൻ ആഘോഷത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ് ട്രിക്ക് ഓർ ട്രീറ്റ്. കുട്ടികൾ വീടുകൾ തോറും കയറിയിറങ്ങി മിഠായികളും ചോക്ലേറ്റുകളും ശേഖരിക്കുന്ന ഒരു വിനോദം. ഗൈസിംഗ് എന്ന കെൽറ്റിക് ആചാരത്തിൽ നിന്നാണ് ട്രിക്ക് ഓർ ട്രീറ്റിന്റെ പിറവി. ഗൈസിംഗ് നേരത്തെ പറഞ്ഞ സാവിൻ ആചാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പ്രേതഭൂതാദികളുടെ വേഷം ധരിച്ചവർ വീടുകൾ തോറും കയറിയിറങ്ങി വീട്ടുകാർ നൽകുന്ന ബ്രെഡ്, മുട്ട, ചീസ് തുടങ്ങിയ ഭക്ഷ്യസാധനങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ ആചാരം പിന്നീട് ട്രിക്ക് ഓർ ട്രീറ്റായി രൂപപ്പെടുകയാണ് ചെയ്തത്. നേരത്തെ ഫെറാലിയ എന്ന റോമൻ ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ ഉത്സവ സമയത്ത് എല്ലാ വീട്ടുകാരും ഒരു കുട്ട നിറയെ ആപ്പിളും അതുപോലെ തന്നെ നട്ട്സും പൊമോണോ ദേവതയ്ക്ക് സമർപ്പിച്ചിരുന്നു. ആ ആചാരത്തിൽ നിന്നുമാണ് ആപ്പിൾ ബോബിംഗ് എന്ന വിനോദം ഹാലോവിനിലേക്ക് കടന്നു വരുന്നത്. വെള്ളം നിറച്ച വലിയ ഒരു പാത്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആപ്പിളുകൾ വായ ഉപയോഗിച്ച് കടിച്ചെടുക്കുന്നതാണ് ഈ വിനോദം. ഏറ്റവും കൂടുതൽ ആപ്പിളുകൾ കടിച്ചെടുക്കുന്നയാൾ വിജയിക്കും. ഹാലോവിൻ ആഘോഷത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് മത്തങ്ങയിൽ കൊത്തിയുണ്ടാക്കിയ വിളക്കുകൾ. ഹാലോവിൻ ദിവസം മത്തങ്ങകൾ തുറന്ന് അതിനുള്ള പൊള്ളയാക്കി അതിനുള്ളിൽ വിളക്കുകൾ കത്തിക്കുന്നു. ശേഷം വീടുകൾക്ക് മുൻപിൽ വയ്ക്കുന്നു. കാലങ്ങളായി പിന്തുടർന്നു പോരുന്ന ഈ വിളക്ക് നിർമ്മാണത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് കെൽറ്റിക്കുകളുടെ ഇടയിൽ ജായ്ക്ക് എന്നയാളെപ്പറ്റി ഒരു കഥയുണ്ടായിരുന്നു. ഇയാൾ പിശാചിനെ കബളിപ്പിച്ചതിനുള്ള ശിക്ഷയായി ജായ്ക്ക് മരിച്ചപ്പോൾ ഒരു തീക്കനൽ മാത്രം നൽകി പിശാച് അവനെ രാത്രി അലയാൻ വിട്ടു. അന്നവിടെ സ്വല്പമായി കൃഷി ചെയ്തിരുന്ന തക്കാരിക്കിഴങ്ങ് അഥവാ മുള്ളങ്കിക്കിഴങ്ങ് തുറന്ന് അതിനുള്ളിൽ കനൽ നിറച്ചായിരുന്നു ജായ്ക്ക് പോയത്. ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി സോഹൈൻ ആചരിക്കുന്ന ദിവസം കെൽറ്റിക്കുകളും മുള്ളങ്കിക്കിഴങ്ങ് ഉപയോഗിച്ച് ഈ വിളക്കുകൾ നിർമ്മിച്ചിരുന്നു. പിന്നീട് കെൽറ്റിക്കുകൾ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ ഈ ആചാരവും അവരോടൊപ്പം പോരുകയും അമേരിക്കയിൽ കോമണായി കൃഷി ചെയ്തിരുന്ന മത്തങ്ങ ഉപയോഗിച്ച് വിളക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു.